ഹലോ എവ്രി വൺ, വെൽക്കം ടു ഷൈനികാസ് വ്ലോഗ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ക്രാബ് കറിയാണ്. ഇത് നമ്മൾ എടുത്തേക്കുന്നത് 1/2 kg ക്രാബാണ്. അതിന് കറി പീസായിട്ടൊന്ന് കട്ട് ചെയ്തേക്കുന്നത് 3 ഇതായിട്ട്. പിന്നെ അതിന് വേണ്ടി നമ്മൾ 2 സവാള, ചെറിയ സവാളയാണ് ചോപ്പ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു 10 ചെറിയ ഉള്ളിയും, പിന്നെ ഒരു ടൊമാറ്റോ സ്ലൈസ് ചോപ്പ് ചെയ്തേക്കണം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി, ഇഞ്ചി ഒരു പകുതി ഇഞ്ചിയും, പിന്നെ വെളുത്തുള്ളി സൈസ് 2 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഇതിനുവേണ്ടി മസാല എടുത്തേക്കുന്നത് 2 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ പൗഡറും, പിന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, 1 ടീസ്പൂൺ നമ്മൾ ടർമറിക് പൗഡറും, പിന്നെ 1 സ്പൂൺ പെപ്പർ പൗഡറാണ് എടുത്തേക്കുന്നത്. ഓക്കെ, വലിയൊരു സ്റ്റീലിൻ്റെ ഒരു കടായാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ എണ്ണ ചൂടായിട്ട് കടുക് ഇട്ട്, പിന്നെ അതിന് ശേഷം ഞാൻ കറിവേപ്പിലയും ജിഞ്ചർ ഗാർലിക്കും ഗ്രീൻ ചില്ലിയും ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതിലേക്ക് ഞാനൊരു 1.5 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിലേക്ക് ചോപ്പ് ചെയ്ത ടൊമാറ്റോയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ സവാളയും കൂടി ഇട്ടിട്ടുണ്ട്. സവാളയും കൂടി ഇട്ട് ഇനി നന്നായിട്ട് സോട്ട് ചെയ്യുകയാണ്. സവാളയും തക്കാളിയും നന്നായിട്ടൊന്ന് സോട്ടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മസാല ആഡ് ചെയ്യുകയാണ്. ഇതിലേക്ക് ഇതിൻ്റെ മസാലാസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് അടച്ച് വെച്ച് സോട്ട് ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്യുന്നത്. ചൂടുവെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമ്മളൊരു തിക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഇത് അടച്ച് വിട്ടുന്നു. ഈ ഗ്രേവി ഒന്ന് കുക്കാക്കുകയാണ്. ഗ്രേവി നന്നായിട്ട് ഇവിടെ തിക്കായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇതിലോട്ട് ഞാൻ ക്രാബ് പീസസ് ആഡ് ചെയ്യുകയാണ്. അപ്പം നമ്മളിതിനകത്ത് അതിൻ്റെ ക്രാബ് പീസസും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. 1/2 kg എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണ്. ഇതിലോട്ട് ഞാനൊരു 1 ടീസ്പൂണോളം സോൾട്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇത് ക്രാബ് കറി ഏകദേശം കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലോട്ട് ഞാനൊരു 1 ടീസ്പൂണോളം ഉപ്പും കൂടി ആഡ് ചെയ്തു. പിന്നെ 1 ടീസ്പൂൺ പെപ്പറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് നമ്മൾ വെള്ളം ആഡ് ചെയ്തിരിക്കുന്ന ചൂടുവെള്ളമാണ്. 2 ഗ്ലാസ് ചൂടുവെള്ളമായിട്ട് ഒരു ഗ്രേവിയുടെ കൺസിസ്റ്റൻസി വേണ്ടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ്സിലേക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യുകയാണ്. ഞണ്ട് കറി നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഓക്കെ, ഇനിയും ഒരു 5 മിനിറ്റ്സ് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രേവിയുടെ ഒരു തിക്നെസ് കൂട്ടാൻ വേണ്ടി 1 ഗ്ലാസ് കോക്കനട്ട് മിൽക്കും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കറി ഏകദേശം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ക്രാബ് കോക്കനട്ട് കറി.